അൽ-അക്സയ്ക്കു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിന്റെ പലസ്തീൻ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവുമായി ഗസയിൽ തേർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കൾ പരാജിതരായെന്ന് 100 ദിവസത്തിലേക്ക് നീളുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല. ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ. എയർബ്രിഡ്ജ് തീർത്തും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ്. അൽ-അക്സയ്ക്കും ഫലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണമെന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. 3 മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾനാശം ഏറെയുണ്ടെങ്കിലും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് ഗസയിൽ നടക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും ഹമാസ് പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗസയിലെ ജനങ്ങളെ പുറന്തള്ളുക എന്ന ഇസ്രായേലിന്റെ ശ്രമം ഫലസ്തീനികളുടെ നിശ്ചയദാർഢ്യത്തിനും പോരാട്ടവീര്യത്തിനും മുന്നിൽ പരാജയപ്പെട്ടു. ആക്രമണങ്ങളെ തുടർന്ന് വീടൊഴിഞ്ഞു പോയവർ തിരികെ എത്തി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ദോഹ. ഇന്ത്യയും UAEയും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് കൂടുതൽ കരാറുകളിൽ ഒപ്പുവച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും സാന്നിധ്യത്തിൽ അഹമ്മദാബാദിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും വിവിധ രംഗങ്ങളിൽ സഹകരണത്തിലാണ് ധാരണാപത്രങ്ങൾ രൂപപ്പെടുത്തിയത്. ആരോഗ്യം, പുനരുപയോഗ ഊർജ്ജം, ഫുഡ് പാർക്കുകൾ എന്നീ മേഖലകളിലാണ് പ്രധാനമായും കരാറുകൾ ഒപ്പുവച്ചത്. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി ചൊവ്വാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉംറയ്ക്കായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം സർവകാല റെക്കോർഡിലേക്ക് നീങ്ങുന്നു. 1,35,00,000 പേരാണ് കഴിഞ്ഞ വർഷം ഉംറയ്ക്കായി എത്തിയത്. ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷനിലാണ് ഹജ്ജ് ഉംറ മന്ത്രിയുടെ പ്രഖ്യാപനം. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ പ്രതിനിധികൾ പങ്കെടുക്കുന്ന എക്സിബിഷൻ ഹജ്ജിന്റെ മുന്നൊരുക്കം കൂടിയാണ്. ഈ വർഷം ഉംറ തീർത്ഥാടകരുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധന രേഖപ്പെടുത്തി. രാജ്യത്തിന് പുറത്തുനിന്നുള്ള 1,35,00,000 തീർത്ഥാടകരാണ് ഉംറക്കെത്തിയത്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് 2019-ലാണ്. അന്ന് 85 ലക്ഷം പേരാണ് എത്തിയത്. ഉംറക്കാർക്ക് പരമാവധി എത്താൻ സാധിച്ചതിൽ ഹജ്ജ് ഉംറ മന്ത്രാലയം സന്തോഷം പ്രകടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള 80-ലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും നേതാക്കളും ജിദ്ദയിലെ ഹജ്ജ് ഉംറ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹജ്ജിന് മുന്നോടിയായി ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഹജ്ജ് നേതാക്കന്മാരുമായും കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി ഹജ്ജ് സീസണിലേക്കുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിശുദ്ധ സ്ഥലങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 5 ബില്യൺ റിയാലിന്റെ പദ്ധതികൾ പുണ്യസ്ഥലങ്ങളിൽ ആരംഭിച്ചു. 14,000 ടോയ്ലറ്റുകളും ശുചിമുറികളും 1,50,000-ലധികം എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെയെല്ലാം കാഴ്ചകളും എക്സ്പോയിൽ കാണാം. ഒപ്പം ഹജ്ജ് സേവനത്തിൽ ഭാഗമാകുന്ന സർക്കാർ ഏജൻസികളും പങ്കാളികളാണ്. Actually, Hadiya services for Hujjaj and Mu'tamirin from government. It's give a small product and a small gift for the Hujjaj and Mu'tamirin. It's dependent on food and water and Zamzam water, and they also give it the new devices about the AC devices. They help in the Hujjaj to be easy work for them for Hujjaj around it. Media 1 ജിദ്ദ. സൗദിയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്ക് ഇനി ലഗേജ് ക്ലിയറൻസിനെ കുറിച്ച് ആശങ്ക വേണ്ട. യാത്രാ നടപടികൾ എളുപ്പമാക്കാൻ പാസഞ്ചർ വിത്തൌട്ട് ബാൻ എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. യാത്രക്കാരുടെ ലഗേജുകളിൽ വീലുകളിൽ വന്ന് ശേഖരിക്കുന്നതും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമാണ് പുതിയ പദ്ധതി. നേരത്തെയുള്ള ഈ പദ്ധതി വിപുലമായാണ് നടപ്പാക്കുക. സൗദിയിലെ എയർപോർട്ട് ഹോൾഡിംഗ് കമ്പനിയാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതോടെ എയർപോർട്ടുകളിൽ ഇനി മുതൽ യാത്രാ നടപടിക്രമങ്ങൾ ഏറെ എളുപ്പമാകും. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വീട്ടിലിരുന്ന് തന്നെ ലഗേജ് ക്ലിയറൻസ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പുതിയ പദ്ധതി. സൗദിയിലെ മുഴുവൻ വിമാനത്താവളങ്ങൾ വഴിയും യാത്ര നടത്തുന്നവർക്ക് ഈ സേവനം ലഭ്യമാകും. യാത്ര നടത്തുന്ന എയർലൈൻസിൽ ഇതിന് ആദ്യം ബുക്കിംഗ് നടത്തുകയും മുഴുവൻ രേഖകൾ ഹാജരാക്കുകയും വേണം. ലഗേജിൽ നിരോധിത വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. തുടർന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എയർലൈൻ ജീവനക്കാർ വീട്ടിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. എയർപോർട്ടുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ലഗേജിന്റെ ഭാരം ഒഴിവാക്കാനും പുതിയ സേവനത്തിലൂടെ സാധിക്കും.
ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ പദ്ധതി നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപനം. ഒറ്റയ്ക്കുള്ള യാത്രയിലും ആഭ്യന്തര യാത്രകളിലുമെല്ലാം സേവനം ലഭ്യമാകും. രാജ്യത്തിലെ വിമാനത്താവളങ്ങളെ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്ന പദ്ധതി സൗദിയുടെ വിഷൻ 2030 ഭാഗമായാണ് പ്രഖ്യാപിച്ചത്. തമീം CP, മീഡിയ വൺ റിയാദ്. ഭിന്നശേഷിക്കാർക്ക് ആപ്ലിക്കേഷൻ വഴി ടാക്സി ബുക്ക് ചെയ്യാനുള്ള പുതിയ സേവനവുമായി ദുബായ് ടാക്സി കമ്പനി. TTC ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. വീൽചെയർ ഉപയോഗിക്കുന്നവർക്കുള്ള പ്രത്യേക ടാക്സികൾ ഒഴികെയുള്ളവ ഉപയോഗിക്കുന്നവർക്കാണ് സേവനം ഉപകാരപ്പെടുക. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം ലഭിക്കുന്ന 50% നിരക്കിളവും സേവനം വഴി ലഭിക്കും. ദുബൈയിലെ സനദ് കാർഡ് കൈവശം വെക്കുന്നവർക്കാണ് സേവനം ലഭിക്കുക. ഭിന്നശേഷിക്കാർക്ക് ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി നൽകുന്ന സ്മാർട്ട് കാർഡാണ് സനദ് കാർഡ്. പൊതുഗതാഗത മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള DTCയുടെ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് സേവനം വികസിപ്പിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ഭിന്നശേഷിക്കാർ അടക്കമുള്ള ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നതെന്ന് DTC ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ മേധാവി അബ്ദുള്ള ഇബ്രാഹിം അൽമീർ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ കമ്പനിയുടെ വാഹനത്തിന് നിരവധി ഉപയോക്താക്കളുണ്ടെന്നും പുതിയ ഡിജിറ്റൽ സേവനം വഴി ഇത്തരക്കാർക്ക് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമസക്കാർ, സന്ദർശകർ, വിനോദസഞ്ചാരികൾ എന്നിവരടക്കമുള്ളവർക്ക് എളുപ്പത്തിലും വേഗത്തിലും ടാക്സി ലഭ്യമാക്കാൻ ഇത് ഉപകരിക്കും. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ടാക്സി എന്ന പേരിൽ പ്രത്യേക സേവനം നിലവിൽ DTC സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കുന്നുണ്ട്. യാത്ര എളുപ്പമാക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇതിലുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മീഡിയ വൺ, ദുബായ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ആരവങ്ങളിലേക്ക് കടന്ന ഖത്തർ. ലുസൈൽ ബൊലേവാദിൽ നാളെ ഹലോ ഏഷ്യ ഫെസ്റ്റിവലിന് തുടക്കമാകും. ഖദാറ കൾച്ചറൽ വില്ലേജിൽ 46 പരിപാടികളാണ് ഏഷ്യൻ കപ്പ് സമയത്ത് ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് ലോകമെങ്ങുമുള്ള ആരാധകരുടെ സംഗമവേദിയായിരുന്ന ലുസൈൽ ബൊലേവാദ് ഇത്തവണയും അണിഞ്ഞൊരുങ്ങുകയാണ്. വൻകരയുടെ പോരിന് കിക്ക് ഓഫീസിൽ മുഴങ്ങും മുമ്പ് തന്നെ ലുസൈലിൽ ആരവങ്ങൾ ഉയരും. നാളെ മുതൽ ഒരു മാസക്കാലം ഹലോ ഏഷ്യ എന്ന് പേരിട്ടിരിക്കുന്ന ഫെസ്റ്റിവൽ നീണ്ടുനിൽക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 24 രാജ്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കൺട്രി സോണുകളാണ് പ്രത്യേകത. ഇതോടൊപ്പം പരേഡുകളും കലാപ്രകടനങ്ങളും ഫുഡ് കോർട്ടുകളുമെല്ലാം കാഴ്ചക്കാരുടെ മനം കവരും. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. വൈകിട്ട് 6:30 രാത്രി 9 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡുകൾ നടക്കും. അതേസമയം ലുസൈൽ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്ന ദിവസങ്ങളിൽ ബൊലേവാദിൽ ആഘോഷമുണ്ടായിരിക്കില്ല. ലുസൈലിന് പുറമെ ഖത്താറ കൾച്ചറൽ വില്ലേജിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഏഷ്യൻ കപ്പ് ആരാധകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 12 തുടങ്ങുന്ന ഖത്താറയിലെ പരിപാടികൾ ഫെബ്രുവരി 10 വരെ നീണ്ടുനിൽക്കും. വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെ സന്ദർശകർക്ക് പരിപാടികൾ ആസ്വദിക്കാം. അറബിക് കൺസർട്ട്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കൊപ്പം ഗിന്നസ് റെക്കോർഡ് ശ്രമവും ഖത്താറയിൽ നടക്കും. 49 മണിക്കൂർ പന്ത് നിലം തൊടാതെ നടത്തുന്ന പ്രകടനമാണ് ഖത്താറയിൽ നടത്തുക. മീഡിയ വൺ, ദോഹ. കുവൈത്തിൽ 41 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഗാർഹിക തൊഴിലാളി നിയമവും വാണിജ്യ മന്ത്രാലയ നിർദ്ദേശങ്ങളും പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. തൊഴിലാളികളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അധികൃതർ പറഞ്ഞു. കുവൈത്തിൽ ഡീസൽ കള്ളക്കടത്തിന് ശ്രമിച്ച സ്വദേശി പൗരനും 2 പ്രവാസികൾക്കും തടവ് ശിക്ഷ. കുവൈത്തി പൗരന് 10 വർഷം തടവും 70,000 ദിനാർ പിഴയും പ്രവാസികൾക്ക് 4 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. ഇറാഖിലേക്ക് സബ്സിഡിയുള്ള ഡീസൽ അനധികൃതമായി കടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. രാജ്യത്തുനിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റു കെമിക്കലുകളും കയറ്റുമതി ചെയ്യുന്നതിൽ കർശനമായ നിയന്ത്രണമാണ് ഉള്ളത്. കുവൈത്തിൽ സർക്കാർ ഹാജരാകാത്തതിനെ തുടർന്ന് ഇന്ന് ചേർന്ന ദേശീയ അസംബ്ലി സമ്മേളനം നിർത്തിവെച്ചു. അടുത്ത ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ സമ്മേളനം ചേരുമെന്ന് സ്പീക്കർ അഹമ്മദ് അൽ സദൂൻ MPമാരെ അറിയിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 116 പ്രകാരം പാർലമെന്റ് സമ്മേളനങ്ങളിൽ സർക്കാരിന്റെ പ്രാതിനിധ്യം നിർബന്ധമാണ്. രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹിനെ കുവൈത്ത് അമീർ നിയമിച്ചെങ്കിലും സർക്കാർ രൂപവത്കരണം പൂർത്തിയായിട്ടില്ല. ഈ ആഴ്ച തന്നെ പുതിയ മന്ത്രിസഭ രൂപവത്കരണം നടക്കുമെന്നാണ് സൂചന. ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ പുതിയ അധ്യക്ഷനായി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ അലി അൽ ഗറദായിയെ തെരഞ്ഞെടുത്തു. ദോഹയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന പണ്ഡിത സഭയുടെ 6ാമത് സമ്മേളനത്തിലാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. 2010 മുതൽ ആഗോള മുസ്ലിം പണ്ഡിത സഭയുടെ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇറാഖിൽ നിന്നുള്ള അലി അൽ ഖർദായി.
മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 650-ലേറെ മുസ്ലിം പണ്ഡിതർ പങ്കെടുത്ത സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികളും ഗസയിൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന കൂട്ടവംശഹത്യയും സമ്മേളനത്തിൽ ചർച്ചയായി. ഹമാസ് നേതാക്കളായ ഖാലിദ് മിഷൽ, ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ളവരും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പാണ്ഡിത്യവും സംഘടനാ വൈഭവവും കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ അലി കർദാഗിയെ അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് യൂസഫിൽ കർലാവിയുടെ പിൻഗാമിയായാണ് വിശേഷിപ്പിക്കുന്നത്. ഉന്നത പഠനം പൂർത്തിയാക്കിയ ശേഷം കൈറോയിലെ അൽ അസറിൽ അധ്യാപകനായി തുടർന്ന് പ്രവർത്തന മേഖല ഖത്തറിലേക്ക് മാറ്റി. ഇന്റർനാഷണൽ ഫിഖ് അക്കാദമി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, യൂറോപ്യൻ കൗൺസിൽ ഫോർ ഫത്വ റിസർച്ച് തുടങ്ങി അന്താരാഷ്ട്ര തലത്തിലെ നിരവധി സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ഖത്തറിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ആൾ അറസ്റ്റിൽ. സ്ഥാപനത്തിന്റെ ജനൽ തകർത്താണ് ഇയാൾ പണം മോഷ്ടിച്ചത്. അറബ് വംശജനായ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മോഷ്ടിച്ച പണത്തിന്റെ ഒരു പങ്കും ഖത്തർ CID കണ്ടെടുത്തു. ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാൻ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനായി കിംസ് ഹെൽത്ത് വേസ്റ്റേഴ്സ് ചാലഞ്ചിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. എസ്പാക്സ് സ്പോർട്ടീവ് ആണ് ചാലഞ്ച് നടത്തുന്നത്. ഇന്ത്യൻ സ്പോർട്ടീവ് സെന്റർ ജനറൽ സെക്രട്ടറി നിഹാദ് അലി, എക്സ്പാറ്റ്സ് സ്പോർട്ടീവ് പ്രസിഡന്റ് AR അബ്ദുൽ ഗഫൂർ, റേഡിയോ മലയാളം MD അൻവർ ഹുസൈൻ എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. മത്സരത്തിന്റെ ഉദ്ഘാടനവും വെയ്റ്റ് ചെക്കപ്പും വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ 10 വരെ മൊഷാ കിം ഹെൽത്തിൽ വെച്ച് നടക്കും. ദേശീയ കായിക ദിനമായ ഫെബ്രുവരി 13-നാണ് മത്സരം സമാപിക്കുക. പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ പ്രോഗ്രാം ജനറൽ കൺവീനർ അഹമ്മദ് ഷാഫി, കൺവീനർമാരായ അബ്ദുറഹീം വേങ്ങേരി, ഹായിസ് തലശ്ശേരി, റബീഖ് സമാൻ എന്നിവർ പങ്കെടുത്തു. വിനോദസഞ്ചാരികളെ ശൈത്യകാലം അനുഭവിക്കാനും ആസ്വദിക്കാനും സ്വാഗതം ചെയ്ത് 4ാമത് ശൈത്യകാല ക്യാമ്പയിന് തുടക്കമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ക്യാമ്പയിൻ പ്രഖ്യാപനം നിർവഹിച്ചത്. 2020 മുതൽ ആരംഭിച്ച ശൈത്യകാല ക്യാമ്പയിൻ ലോകത്തെ ഏറ്റവും വലിയ മികച്ച ശൈത്യകാലം എന്ന തലക്കെട്ടിലാണ് നടത്തപ്പെടുന്നത്. രാജ്യം പ്രകൃതി സൗന്ദര്യത്താലും വാസ്തുവിദ്യ വിസ്മയങ്ങളാലും നല്ല ജനങ്ങളാലും ലോകത്തിന്റെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതാണ് ഷെയ്ഖ് മുഹമ്മദ് ക്യാമ്പയിൻ എക്സിൽ കുറിച്ചു. വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനുമായി ഇലക്ട്രോണിക് ഹെൽത്ത് ഹോം അവതരിപ്പിച്ച കുവൈത്ത് യൂണിവേഴ്സിറ്റി. നൂതനമായ ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ കഴിയുമെന്ന് സർവകലാശാലയുടെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ ഹയീസ് അൽ ദാഹിരി പറഞ്ഞു. മികച്ച അക്കാദമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഓരോ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട വ്യക്തിവിവരങ്ങളും മെഡിക്കൽ വിവരങ്ങളും അധ്യയന വിവരങ്ങളും ഇലക്ട്രോണിക് ഹെൽത്ത് ഹോമിൽ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നത്. കുവൈത്തിൽ 4 സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടി. ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ ഡോക്ടർമാർ പ്രാക്ടീസ് നടത്തിയതും ആരോഗ്യ ഗുണനിലവാര മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്നുമാണ് നടപടി. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി മെഡിക്കൽ ക്ലിനിക്കുകളാണ് ആരോഗ്യ നിയമലംഘനത്തിന്റെ പേരിൽ അടിച്ചുപൂട്ടിയത്. ഒമാനിൽ നോൺ റെസിഡൻഷ്യൽ വിഭാഗങ്ങൾക്കുള്ള കുടിവെള്ള വിതരണ സേവന ഫീസ് കുറയ്ക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. അൽ ബറക്ക കൊട്ടാരത്തിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ വർഷത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സാമ്പത്തിക സാമൂഹിക സൂചകങ്ങളിലെ തുടർച്ചയായ പുരോഗതിയിൽ ഒമാൻ സുൽത്താൻ മന്ത്രിസഭാ യോഗത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി. ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദേശീയ നയത്തിന് മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകി. ദേശീയ ഉൽപ്പന്ന ലോയൽറ്റി പ്രോഗ്രാമിനും മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകി. പ്രാദേശിക കമ്പനികളുടെ വളർച്ച വർദ്ധിപ്പിക്കാനായി ഒമാനി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്.
അൽ ജബൽ അൽ അബ്യാദ് പ്രദേശത്തിന്റെയും വക്കാൻ ഗ്രാമത്തിന്റെയും വികസനത്തിന് സമയപരിധി നിശ്ചയിക്കാനും നിർദ്ദേശങ്ങൾ നൽകി. യാത്രകൾ, ക്യാമ്പിംഗ്, സാഹസിക വിനോദസഞ്ചാരം എന്നിവയ്ക്കുള്ള 2 പ്രധാന സ്ഥലങ്ങളായി ഇവയെ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 മസ്കറ്റ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞ്. തിരികെ വാർത്തകളിലേക്ക്. സൗദിയിൽ പ്രവാചക നഗരിയോട് ചേർന്ന് പുതിയ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നു. മദീനയെ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്ന ദുആ അൽ മദീന പദ്ധതി പ്രദേശത്താണ് പുതിയ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത്. മദീനയിലെത്തുന്നവർക്ക് ഇസ്ലാമിക ചരിത്രത്തെയും പൈതൃകത്തെയും അടുത്തറിയാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. സൗദിയിൽ പ്രവാചക നഗരിയോട് ചേർന്ന് ഇസ്ലാമിക നാഗരിക ഗ്രാമം എന്ന പേരിലാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. മദീനയെ ഇസ്ലാമിക സാംസ്കാരികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റലാണ് പദ്ധതിയുടെ ലക്ഷ്യം. മദീനയിലെ പ്രവാചക നഗരിക്ക് സമീപം 2,57,000 ചതുരശ്ര മീറ്റർ പ്രദേശത്താണ് കേന്ദ്രം നിലവിൽ വരിക. നഗരിയിലെത്തുന്ന വിശ്വാസികൾക്കും സന്ദർശകർക്കും ഇസ്ലാമിക ചരിത്രത്തെയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും കൂടുതൽ അടുത്തറിയാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ ഇസ്ലാമിക ചരിത്ര പര്യവേഷണത്തിന് ഒരു ആഗോള കേന്ദ്രമായും നഗരിയെ മാറ്റും. ചരിത്രത്തിലുടനീളമുള്ള മുസ്ലിങ്ങളുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും കേന്ദ്രത്തിൽ അവസരമുണ്ടാകും. വൈവിധ്യമാർന്ന ഇസ്ലാമിക കലാപരിപാടികൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ, അതുല്യമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പദ്ധതി. തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല, ഇസ്ലാമിക പൈതൃകത്തിന്റെയും സാംസ്കാരികതയുടെയും കേന്ദ്രമായി മദീനയെ മാറ്റിയെടുക്കലാണ് പ്രധാനമായും പദ്ധതിയുടെ ലക്ഷ്യം. തമീം CP, മീഡിയ 1 റിയാദ്. ഒമാനിൽ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഇറയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരം ആഘോഷിച്ചു. റൊമൈസ് റിലാക്സ് ഫാം ഹൌസിൽ നടന്ന പരിപാടിയിൽ 200ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ഫൈസൽ പോഞ്ഞാശ്ശേരി, അനീഷ് സെയ്ദ്, ബിബു കരീം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുവൈത്തിൽ സ്മാർട്ട് സെൻട്രൽ കേന്ദ്രം ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. 24 മണിക്കൂറും ലഭ്യമായ സേവന കേന്ദ്രം ഷുവൈക്ക് ഏരിയയിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പാസ്പോർട്ട് ഓഫീസിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതോടെ കുവൈത്ത് പൗരന്മാർക്ക് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സിവിൽ ID തുടങ്ങിയ രേഖകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുവാൻ സാധിക്കും. അതോടൊപ്പം സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ ആപ്ലിക്കേഷനിൽ ലഭ്യമായ എല്ലാ ഇലക്ട്രോണിക് സേവനങ്ങളും കേന്ദ്രത്തിൽ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് സ്വദേശി സലീം കൊയ്യാമ്പുറത്ത് കുവൈത്തിൽ നിര്യാതനായി. 54 വയസ്സായിരുന്നു. ചെറുകുളം സ്വദേശിയായ സലീം KKMA ഹലാഹിൽ ബ്രാഞ്ച് അംഗവും ഒരുമ മെമ്പറുമായിരുന്നു. മയ്യത്ത് നമസ്കാരം രാവിലെ 8 മണിക്ക് ചെറുകുളം ജുമാ മസ്ജിദിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൗദിയിലെ ദമ്മാമിൽ തണുപ്പിൽ നിന്ന് രക്ഷ തേടി താമസ സ്ഥലത്ത് തീകൂട്ടിയ ഇന്ത്യൻ സ്വദേശികൾ പുകശ്വസിച്ച് മരിച്ചു. ഹൌസ് ഡ്രൈവർമാരായ തമിഴ്നാട് സ്വദേശികളാണ് ശ്വാസം മുട്ടി മരിച്ചത്. തണുപ്പുകാലത്ത് തീ കായുമ്പോഴും ഇലക്ട്രിക് ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോഴും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സിവിൽ ഡിഫൻസ് ആവർത്തിച്ചു നൽകുന്നതിനിടെയാണ് അപകടം. രാജ്യത്ത് ശൈത്യം കടുത്തതോടെ പ്രതിരോധ മാർഗങ്ങൾ തേടിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ചാർക്കോൾ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത ശേഷം ബാക്കി വന്ന കനലുകൾ തണുപ്പിൽ നിന്നും രക്ഷ തേടി റൂമിലൊരുക്കി ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ റൂമിൽ നിറഞ്ഞ പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് ഇരുവരും മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുക ശ്വസിച്ചാണ് മരണകാരണമെന്ന് വ്യക്തമായി. രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൌസ് ഡ്രൈവർമാരായ തമിഴ്നാട് സ്വദേശികളാണ് ഇരുവരും. വളമംഗലം സ്വദേശി താജ് മുഹമ്മദ് മീര മൊയ്തീൻ, കള്ളക്കുറിച്ചി സ്വദേശി മുസ്തഫ മുഹമ്മദ് അലി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഒരേ സ്പോൺസർക്ക് കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. മുസ്തഫ 38 വർഷമായി ഇതേ സ്പോൺസർക്ക് കീഴിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ദമാമിൽ മറവ് ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം അറിയിച്ചു. തണുപ്പുകാലത്ത് തീക്കായുമ്പോഴും ഇലക്ട്രിക് ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോഴും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സിവിൽ ഡിഫൻസ് ആവർത്തിച്ചു നൽകുന്നതിനിടെയാണ് അപകടം. സമാനമായ അപകടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 2 മലയാളികൾ ദമാമിലെ കത്തീഫിൽ മരിച്ചിരുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ചെങ്കടലിന്റെ അടിത്തട്ടിൽ കൂടുതൽ ജൈവധാതു വിഭവങ്ങൾ കണ്ടെത്തിയതായി സൗദി ശാസ്ത്രജ്ഞർ. സജീവ ജലവൈദ്യുത വെന്റ് ഫീൽഡുകളും പര്യവേഷണത്തിൽ കണ്ടെത്തി. കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരാണ് ഗവേഷണം നടത്തിവരുന്നത്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ചെങ്കടൽ പര്യവേഷണം തുടരുന്നതായി സമുദ്ര ഗവേഷക സംഘം അറിയിച്ചു.
ചെങ്കടലിൽ നടത്തിയ ഗവേഷണത്തിൽ കൂടുതൽ ജൈവ ധാതു വിഭവങ്ങൾ കണ്ടെത്തിയതായി സംഘം വെളിപ്പെടുത്തി. കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകരാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത്. മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത വൈൻഡ് ഫീൽഡുകളും പര്യവേഷണത്തിൽ കണ്ടെത്തി. ജബൽ ഹത്തൈബ മേഖലയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. കണ്ടെത്തിയവയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതാണ് ഇത്. വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത മാഗ്മയാൽ ചൂടാക്കപ്പെടുന്ന നീരുറവകളാണ് ഇത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ സാന്നിധ്യമാണ് ഇതിന്റെ പ്രത്യേകത. ആഴക്കടലിലെ ജീവികളെക്കുറിച്ചും അവയുടെ ജീവിത രീതികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സാധ്യതയും ഗവേഷണം വഴി രൂപപ്പെട്ടതായി ഗവേഷകർ പറഞ്ഞു. ജബൽ ഹത്തബ പ്രദേശത്ത് 45ഓളം ഗർത്തങ്ങളാണ് ഇതിനകം കണ്ടെത്തിയത്. ഇവയിൽ ശക്തമായ വൈൻഡ് ഫീൽഡുകൾ ഉൾക്കൊള്ളുന്ന 14 ഗർത്തങ്ങളും ഉൾപ്പെടും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുവൈത്തിൽ നിന്ന് വിട പറയുന്ന കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ മുൻ പ്രസിഡന്റ് MM സുബൈറിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. ഒമരിയ പീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ജാവേദ് ബിൻ ഹമീദ, കൃഷ്ണൻ കടലുണ്ടി, സുരേഷ് മാത്തൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കുവൈത്ത് തന്ന സ്നേഹവും കരുതലുമാണെന്നും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മികച്ച സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതായും സുബൈർ പറഞ്ഞു. യൂത്ത് ഇന്ത്യ കുവൈത്ത് കേന്ദ്ര ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അടുത്ത 2 വർഷത്തേക്കുള്ള പ്രസിഡന്റായി സിജിൽ ഖാനെയും ജനറൽ സെക്രട്ടറിയായി ഹസീബ് പിയെയും തെരഞ്ഞെടുത്തു. അഖിൽ ഇൻസാഖ് ആണ് ട്രഷറർ. KIG പ്രസിഡന്റ് PT ഷെരീഫ്, ഫിറോസ് ഹമീദ് എന്നിവർ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകി. ഫർമാനിയ ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. മുഹമ്മദ് സൽമാൻ, ഉസാമ അബ്ദുൾ റസാഖ്, ജവാദ് അമീർ, അഷാഖ് അഹമ്മദ് എന്നിവർ സഹഭാരവാഹികളാണ്. SNDP യോഗം സേവനം UAEയുടെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടനം സംഘടിപ്പിച്ചു. തുടർച്ചയായ 14ാം വർഷമാണ് പ്രവാസ ലോകത്ത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. അജ്മാൻ ജർഫിയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലായിരുന്നു ചടങ്ങ്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശിവഗിരി മഠം തന്ത്രികൾ സനൽ ശാന്തി നേതൃത്വം നൽകി. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ഭക്തർ പദയാത്രയിൽ സംബന്ധിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹം വഹിച്ച റിക്ഷയുമായി പദയാത്രയ്ക്ക് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികളും ഋദംബരാനന്ദ സ്വാമികളും നേതൃത്വം വഹിച്ചു. MK രാജന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ദുബൈ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്തു. സലാം പാപ്പിനിശ്ശേരി, മാത്തുക്കുട്ടി കടോൺ, പ്രദീപ് ഗോപാൽ, JRC ബാബു, പ്രദീപ് നെന്മാറ, ശ്രീപ്രകാശ്, സീറോബ് സിന്ധു, മുഹമ്മദ് അബ്ദുറഹ്മാൻ സുവൈദി, സൂരജ്, സിറാജുദ്ദീൻ, സാജൻ സത്യ, അനിമോൻ എന്നിവർ സംബന്ധിച്ചു. വാചസ്പതി സ്വാഗതവും സുരേഷ് തിരുക്കുളം നന്ദിയും പറഞ്ഞു. മീഡിയ 1 അജ്മാൻ. UAEയിലെ ചിത്രകലാരംഗത്ത് സജീവമായ ദി ഗിൽഡ് ഗോൾഡൻ പാലറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. പ്രമുഖ ചിത്രകാരനായ വിവേക് വിലാസിനിക്കാണ് അവാർഡ് ലഭിച്ചത്. ആർട്ടിസ്റ്റ് നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പവും 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 21-ാം തീയതി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡ് വിതരണം. കുവൈത്തിലെ ആതുര സേവന രംഗത്തെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് പുതിയ ലോഗോ പുറത്തിറക്കി. അന്താരാഷ്ട്ര തലത്തിൽ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ലോഗോ മാറ്റം. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് CEO മുസ്തഫ ഹംസ പുതിയ ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു. മെട്രോ ഗ്രൂപ്പിന്റെ 2024-ലെ പുതിയ നേതൃനിര ചെയർമാൻ പരിചയപ്പെടുത്തി. മെട്രോയെ അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നതിന് പുതിയ നേതൃനിര നിർണായക പങ്ക് വഹിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം കുട്ടി, മാനേജിംഗ് പാർട്ണർ ഡോക്ടർ ബിജി ബഷീർ എന്നിവർ പങ്കെടുത്തു. ഇനി പ്രധാന ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ഇനി കറൻസി വിനിമയ നിരക്കുകൾ പരിശോധിക്കാം.
സൗദി റിയാൽ 22 രൂപ 16 പൈസ, UAE ദിർഹം 22 രൂപ 63 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 82 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 91 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 27 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 50 പൈസ.